നല്ല ക്രിസ്പി ബ്രൗൺ ദോശ. നേരെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് 1 ഗ്ലാസ് ഇഡ്ലി റൈസ്, 1 ഗ്ലാസ് ബോൾഡ് റൈസ്, 1/2 ഗ്ലാസ് ഉറുദ് ദാൽ, 1/2 ഗ്ലാസ് ബ്രൗൺ പോഹ. ഇതിനോടൊപ്പം ഉലുവ, ചെന്ന ദാൽ ഇതും കൂടി ചേർക്കണം. അപ്പോൾ നമ്മളത് അരയ്ക്കാൻ പോവുകയാണ്. അതേ വെള്ളത്തിൽ സോക്ക് ചെയ്ത അതേ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് നമ്മളത് പേസ്റ്റ് ആക്കുന്നത്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മളത് ഫൈനായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. നല്ല രീതിയിൽ ബീറ്റ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്തിട്ട് ഒരു 6 to 8 hours നമ്മളത് ഫെർമെന്റ് ചെയ്യാൻ വെക്കണം. ഇതുപോലെ നമ്മളിനി ദോശ ഉണ്ടാക്കി വെക്കാൻ പോവാറ്. ദോശ നമ്മൾ കുറച്ച് അധികം നേരം കല്ലിട്ടിട്ട് വേണം എടുക്കാനായിട്ട്. എന്നാലാണ് അതിൻ്റെ ഒരു ബ്രൗൺ കളർ നമുക്ക് കിട്ടുള്ളൂ. ഓയില് സ്പ്രെഡ് ചെയ്തതുപോലെ ഇതുപോലെയൊക്കെ തന്നെ ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ബ്രൗൺ ഷെയ്ഡ് അടിയിൽ വരുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ദോശ സെറ്റായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കളറാക്കി എടുക്കാൻ വേണമെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയാക്കി നിർത്താണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ദോശ ഇന്നത്തെ റെസിപ്പി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണില്ല. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ്.